നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ അത് ഏത് ഫോണായാലും അതിനൊരു ലോക്ക് ഉണ്ടാവും, ഒരു സ്ക്രീൻ ലോക്ക് ഉണ്ടാവും. എന്നാൽ നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കും, ഇതിനൊന്നും പ്രത്യേകിച്ച് ലോക്ക് ഉണ്ടാകില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ആപ്ലിക്കേഷനും വെവ്വേറെ ലോക്ക് കൊടുക്കുക എങ്ങനെയാണ്? ഇപ്പം വാട്സപ്പ്, നമ്മളെ വാട്സപ്പ് മറ്റാരും എടുത്ത് തുറന്നു നോക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പിന് നമുക്കൊരു ലോക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ക്രോമിന്, ഫേസ്ബുക്കിന്, ഗാലറിക്ക് എന്തിനും ലോക്ക് കൊടുക്കാം. എങ്ങനെ ലോക്ക് സെറ്റ് ചെയ്യുക? ചില ഫോണിലൊക്കെ ഡീഫാൾട്ട് ആയിട്ട് ആപ്പ് ലോക്ക് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട്. എന്നാൽ എല്ലാ ഫോണിലും അതില്ല. അതില്ലാത്ത ഫോണിൽ എന്ത് ചെയ്യും? നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ വെച്ച് ഉപയോഗിക്കും. അങ്ങനെയുള്ളൊരു വെറൈറ്റി ആപ്പ് ലോക്കാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് ഏത് ആപ്ലിക്കേഷനും ഒരു വെറൈറ്റി ആയിട്ട് ലോക്ക് ചെയ്യാം, പെട്ടെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിൽ. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ആപ്പ് ലോക്ക് പ്രോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ് വരിക. ഇവിടെ ഒരു ഡയൽപാഡൊക്കെ കാണുന്നില്ല നിങ്ങൾ? അതൊക്കെ അടക്കട്ടെ. ഇതിന്റെ മേലെ പിൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പാറ്റേൺ വേണോ, പിന്ന് വേണോ, നോക്ക് കോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി നടുക്കുണ്ട്. അത് നമുക്ക് സെലക്ട് ചെയ്യാം. നോക്ക് കോഡ് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. പിന്നെ ഇതിങ്ങനെ വരിക. ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണുന്നില്ലേ? ഇതിന്റെ 4 ഭാഗത്ത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മളെ പാസ്വേഡ് സെറ്റ് ചെയ്യാം. അതായത് 1 2 3 4 ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ 1 2 3 4 ഇങ്ങനെ ചെയ്യുക, 1 2 3 4 ഇങ്ങനെ ചെയ്യുക. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത്, ഏതാണോ ഏതം അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ ഞാനിപ്പോൾ 1 2 3 4 ഇങ്ങനെ സെലക്ട് ചെയ്ത് അത് ക്രിയേറ്റ് കൊടുത്താൽ ഒന്നുകൂടി അങ്ങനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് സേവ് കൊടുക്കുക. സേവ് കൊടുക്കുന്ന നേരം ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കും. അതിന്റെ ആൻസർ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കൊടുത്ത പാസ്വേഡ് മറന്നു പോയാൽ നമുക്ക് ഇത് തുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ. അതും സേവ് കൊടുക്കുക. അതിനുശേഷം ഇതിന് 2-3 പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കണം. അതും അലോ ചെയ്ത് കൊടുക്കുക. മേലെ 3 കൊടുത്താൽ മതി. അത് ഓരോന്നിലും ക്ലിക്ക് ചെയ്യുന്ന നേരം അതിന്റെ അലോ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നമുക്ക് അത് അവിടുന്ന് അലോ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആപ്ലിക്കേഷൻസ് തീർത്ത് ഇവിടെ വരും. ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് ഒക്കെ ലോക്ക് ചെയ്യാം. ഇതിൽ ലോക്ക്ഡ് എന്നുള്ള സെക്ഷനിൽ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ ഒക്കെ ലോക്കായിട്ടുണ്ടാവും. അത് ആവശ്യമില്ലാത്ത നമുക്ക് അൺലോക്ക് ചെയ്ത് വെക്കാം. ഇപ്പം വാട്സപ്പ് ഒക്കെ ലോക്കിലുള്ള നമുക്ക് ആവശ്യമുള്ള ലോക്ക് ചെയ്യാം, അല്ലാത്ത അൺലോക്ക് ചെയ്യാം. ഇതിലിങ്ങനെ പറഞ്ഞ 2ാമത്തെ ടാബിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത പാസ്വേഡ് കൊടുത്ത് ചേഞ്ച് ചെയ്യുക, അതുപോലെ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആൻസർ കൊടുത്ത് അതും ചേഞ്ച് ചെയ്യുക. 3ാമത്തെ ടാബിലേക്ക് വന്നാൽ ഇവിടെ സ്പൈ ക്യാമറ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എനേബിൾ ചെയ്ത് കൊടുത്താൽ നമ്മളെ ഫോൺ ആരെങ്കിലും അൺലോക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ അവരെ ഫോട്ടോ കൂടി നമുക്ക് എടുത്തു തരും. അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, അതൊക്കെ അടക്കട്ടെ. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് തുറന്നു നോക്കാം. ഞാൻ ഇപ്പം വാട്സപ്പ് ലോക്കിലല്ലേ, വാട്സപ്പ് ഒന്ന് തുറക്കുന്ന നേരം ഇങ്ങനെ വരിക. നമ്മൾ കൊടുത്ത പാസ്വേഡ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്താലാണ് ഇത് തുറക്കൂ. ഒന്ന് ഞെക്കി അടുത്ത് കുറച്ച് കഴിഞ്ഞ് ഞെക്കി അങ്ങനെ ഞെക്കിയാൽ ഇത് ലോക്ക് തുറക്കുകയില്ല. നമ്മൾ കൊടുത്ത അതേപോലെ തന്നെ അങ്ങനെ തുറക്കും. അടിപൊളി ലോക്കാന്ന് പെട്ടെന്ന് ആർക്കും മനസ്സിലാകുകയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുക, ആവശ്യമില്ലെങ്കിൽ ഒഴിവാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നമുക്കൊരു ബൂസ്റ്റാണ്. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മേപ്പയൂർ. താങ്ക് യു സോ മച്ച്.